ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കഴിച്ചൊക്കെ നീച്ച് ചോറൊക്കെ തിന്ന് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണേ. കാരണം ഇത് നീച്ചാൽ നല്ല നേരം വയ്ക്കുക. 5 മണിക്ക് നീച്ചപ്പം സാധാരണ അലാറം വെച്ച് കിടക്കലുണ്ട്. ഇന്നലെ അലാറം വെക്കാൻ മറന്ന്. കാക്കു 5:30 ഒക്കെ ആകുമ്പോഴാണ് പോകല്. അപ്പോൾ കാക്കുനൊക്കെ അപ്പം നീച്ച് തിന്ന് 5:20 അപ്പോഴത്തേന് തിന്നാൽ മതിയല്ലോ. അതൊക്കെ വേഗം കച്ചോലോ. അപ്പോൾ കാക്കു 5 മണിക്ക് അലാറം വെച്ചിന്. അപ്പം ആ അലാറം വെച്ചുകൊണ്ട് ഞാൻ 5 മണിക്ക് നീച്ച്. അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ നോക്കാണെങ്കിൽ ഏതായാലും ഇന്നലത്തെ കറിയും ചോറും പിന്നെ വൈകുന്നേരം വെച്ചൊക്കെ ചെയ്തിനി. ഒക്കെ ഇമ്മ നേരത്തെ നീച്ചിന്. ഇമ്മ ഒക്കെ ശരിയാക്കി വെച്ചിനി ഭാഗ്യത്തിന്. അപ്പം ഇപ്പം കോയിനെ കിട്ടുന്നുണ്ട് അതിന് പഞ്ചായത്തിൽ നിന്ന്. അപ്പം അത് വാങ്ങാൻ പോയിക്കണേ. ഫസ്റ്റ് പോണ 50 ആൾക്കാർക്കുള്ളൂ കോയി പറഞ്ഞ്. അപ്പോൾ ഫസ്റ്റ് എത്താൻ വേണ്ടി ഇപ്പം പോയിക്കണേ. പാത്തുമ്മ പതിവ് പോലെ ഞാൻ നീച്ചപ്പം തന്നെ എൻ്റെ വൈത്താലെ നീച്ചിനി. ഏതായാലും പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു നേരം കിടക്കണം ഫ്രണ്ട്സ്. അപ്പം ഞാൻ നിച്ചു ഉറങ്ങിനി. ഞാൻ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ കഴിച്ചൊക്കെ വെച്ചാലേ. അപ്പം ഓളിങ്ങനെ ഉറങ്ങിയപ്പോൾ ഞാൻ അറിയാലൊക്കെ അരിഞ്ഞൊക്കെ വിചാരിച്ച് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വന്നപ്പോത്തിന് ഓള് നിച്ച്. ഇപ്പം എന്താട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന് തൊലി കളഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് അരിഞ്ഞ് വെച്ചിക്കണേ. ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കണേ. ദോശയാണ്. എന്നും കോഴി ഇറച്ചിയാക്കിയ രസമല്ലല്ലോ. അപ്പം ഞാൻ തൊലി വേഗം തൊലി കളയാൻ കാരണം ഇന്നലെ ഞാൻ ഇത് ഉള്ളി ഇതൊക്കെ തൊലി കളഞ്ഞതും ഇതാക്കിയതൊക്കെ ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ അഥവാ നീച്ചാൽ ഉഗോ പേടി. അപ്പം ഞാൻ 2 പ്ലേറ്റ് കൊണ്ടുവന്നു. ഒന്നിൽ തൊലി ഇടാനും ഒന്നിൽ അല്ലാത്ത ഇടാനും. എന്നിട്ട് ഓളെ തട്ടി അതൊക്കെ എടുത്ത് അരിഞ്ഞത് മറ്റേക്കൂടും മറ്റേത് ഇതിക്കൂടും അങ്ങനെ ആക്കി ആകെ പിന്നിച്ച് പണിയായി. അപ്പം ഞാൻ ഇന്ന് തൊലി കളഞ്ഞിട്ടാണ് എനിക്ക് കൊടുക്കുന്നത്. കുറവായി അപ്പച്ച് പറയണ്ടേ മണ്ടേ. അപ്പം ഇനി കറി ഉണ്ടാക്കണം. ദോശയും ഗ്രീൻ പീസ് കറിയും പിന്നെ പുഡിങ് ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കാക്കു വരുമ്പോൾ പാല് കൊണ്ടുവരണം. കാക്കു ഇന്നലെ മറന്നു പാല് കൊണ്ടുവരണം. അപ്പം ഞാൻ കാക്കു വരുമ്പോൾ പാല് കൊടുന്നിട്ട് വേണം പുഡിങ് ഉണ്ടാക്കാം. നിച്ചുവിനെ ഇവിടെ ഇരുത്തിയേക്കണേ. ഇവിടെ ഊഞ്ഞാല കെട്ടിക്കണേ. ഊഞ്ഞാലക്ക് കയറില്ലേ. ഇനി കയറ് ഉണ്ടായിനി. കാക്കു കെട്ടി ചെയ്തിനി. പിന്നെ കയറ് കാക്കു പണിക്ക് വേണ്ടി കൊണ്ടുപോയി. പിന്നെ അതിട്ട് കൊണ്ടുവരുന്നില്ല. പിന്നെ കുറേ പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കെട്ടണില്ല. ഇനി ഇന്നലെ പിന്നെ ഞാൻ ഇവിടെ അടുപ്പത്ത് പണിയിലും കാക്കോടെ അൽമറ ഇതാക്കോ. എന്നിട്ട് ഓള് നിച്ചു അടങ്ങിക്കണില്ല. ഇരുത്തിയാന്നോള് വിളിച്ച പേരുന്നോളോളി. അപ്പം സഹി കെട്ട് കാക്കു കെട്ടിത്തന്ന്. അതുകൊണ്ട് ഉപകാരമായി. ഇപ്പം ഞാൻ കറി ഉണ്ടാക്കിയേക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഒപ്പരിഞ്ഞത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കണേ. അപ്പം ഒപ്പരിഞ്ഞാലും കുഴപ്പമില്ല. ഒക്കെ ഒന്നിക്കിടാൻ തന്നെയല്ലേ. നാരങ്ങ വെള്ളം കലക്കി ഫ്രിഡ്ജൊക്കെ വെക്കാൻ വിചാരിച്ച്. തണുത്തോളൂല്ലോ. നോമ്പുറന്ന സമയത്ത് ഒക്കെ കുടിച്ചാനേ. അപ്പം അതും കലക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ച്. പിന്നെ ദോശ ഉണ്ടാകുന്ന ദോശയാണ്. അപ്പം ദോശ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ കാക്കു പുഡിങ്ങിനുള്ള സാധനം കൊടുന്ന പുഡിങ് ഉണ്ടാക്കണം. അതൊക്കെ പിന്നെ. അപ്പം ഫ്രണ്ട്സ്, കുട്ടി ഉറങ്ങി. ഇപ്പം ഞാൻ ദോശ ചുടാനുള്ള പരിപാടി നോക്കാണ്. കടല
കടല ഒന്നും കൂടി വേഗം ഇനി അപ്പോൾ പിന്നെ അടുപ്പത്ത് വെച്ച് ഇനി ദോശ ചൂടണം. മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി ദോശ ചൂടാം. കറിയായി. അപ്പം അടുപ്പത്താണ്. അടുപ്പിൻ്റെ ഒച്ചയിട്ട് ഉണ്ടാവണ്ട, അത് ഇടയ്ക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ കാക്ക് വരണം പുഡിങ് ഉണ്ടാക്കാൻ. പിന്നെ ചായയൊക്കെ അതൊക്കെ വൈകുന്നേരം ഉണ്ടാക്കും. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഗ്രീൻ പീസ് പിന്നെ അടുപ്പത്ത് വെച്ച് അടക്കാതെ വെച്ചിക്കണം. കാരണം ഒന്നും കൂടി ഒന്ന് വേകാത്ത കാരണം രാവിലെയാണ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത്. അപ്പം ശരിക്കാണ് കുതിർന്നില്ല. ശരിയാവും. ഇനി അതൊന്ന് സെറ്റാക്കണം. അപ്പം എൻ്റെ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വെറുതെ അലങ്കാരത്തിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതിലിട്ട് കൊടുത്തിക്കണം. പിന്നെ ഇത് സെറ്റാകാൻ വെക്കണം. പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാക്കാതെ മാത്രമുള്ള പണി. പിന്നെ ഇവിടേക്ക് ഒന്ന് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി ഇനി ചെറിയ ചെറിയ പണികളും. ആക്ക് വന്നിട്ട് അവിടെ കുട്ടീനെ ഇട്ടിരിക്കുന്നുണ്ട്. റെഡിയായി. ഇതാ ഗ്രീൻ പീസ് കറി, ദോശ. ഇത് പിന്നെ സാധാ തിളപ്പിച്ച വെള്ളാട്ടോ. പിന്നെ ചായ, പിന്നെ കളിക്ക വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. കാണുന്നുണ്ടോ അറിയില്ല. അപ്പം പുറത്തൊക്കെ വെച്ചാൽ ശരിയാവില്ല, തണുപ്പ് പോകും. അപ്പം ഇതിന് പൊന്തിക്കണേ. ഞാൻ തേങ്ങ ഇട്ടടിച്ചിന്, തേങ്ങ ഇഞ്ചി. അപ്പം അത് പൊന്തിക്കാണ്. ഇതാണ് എൻ്റെ പുഡിങ്ങിൻ്റെ അവസ്ഥ. ശരിക്കും ക്ലിയർ ആവില്ല. ഞാൻ തിന്നുമ്പോൾ എങ്ങനെ ഉണ്ടാവാമോ. അതിൻ്റെ അടി തിരുമ്പിടാ, തിരുമ്പാല്ലേ. സെറ്റപ്പായി. എന്ത് കള്ളിഞ്ഞു മേലെ അവിടെ തന്നെ. ഡോറില്ലാതെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ബോറാട്ടോ ഡോറില്ല. വലിയ സെറ്റപ്പ് ആക്കിക്കണേ. ഇവിടെ തുറന്നാ പോകാൻ ഇതാക്കണേ. കുട്ടിയാണത്തെ ചില്ല്. കുട്ടി പോയി. ഇത് ഇറങ്ങിക്കണില്ലേ വെച്ച് കൂട്ടിട്ട് ഇവിടെ. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.